ഈ മരുഭൂമി ഉണ്ടേലേ നമ്മൾ കരയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാ, പണ്ട് കരയുന്ന അത്രയും കരച്ചിൽ എനിക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയമാണ്. പണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ പ്രാർത്ഥന. അന്ന് മരുഭൂമിയുടെ കഠിശോധനയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു. അപ്പം എന്തോ കുറഞ്ഞു? അപ്പം മരുഭൂമി കൊണ്ടിട്ടതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? തകർക്കാനല്ല. ചിലരെ നിനക്ക് മരുഭൂമി ആക്കി വെച്ചിരിക്കുന്നത് നിന്നെ ബന്ധിക്കാനോ ഒതുക്കാനോ അല്ല, നീ ഒന്നുകൂടെ പ്രാർത്ഥിക്കാനാ, ദൈവത്തോടൊന്ന് സംസാരിക്കാനാ. സംസാരിച്ചാലല്ലേ റിപ്ലൈ കിട്ടൂ. ഞാൻ ബാബുച്ചാനോടോ ഞാൻ ബോസങ്ങളോടോ സംസാരിക്കുന്നില്ല, നിങ്ങൾ എന്നോട് സംസാരിക്കുവോ? ഇല്ല. നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം സംസാരിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? ആ സംസാരം കെട്ടുപോകുമ്പോഴാണ് മരുഭൂമിയിലേക്ക് തള്ളിയിടുന്നത്. അല്ലാതെ നമ്മളെ ഒതുക്കാനും തകർക്കാനും മുടിക്കാനും ഒന്നും അല്ല. നമ്മൾ തമ്പുരാന്റെ കയ്യിൽ ഭദ്രമാണ്. നമ്മൾ ചിന്തിച്ചില്ലേ, ഉള്ളം കൈ നമ്മളെ എന്ത് ഇരിക്കുക? ഈ വരച്ചിരിക്കുന്ന നമ്മളെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? പിന്നെ ഇതിനകത്ത് വരച്ച് വെച്ചിട്ടും ചോദിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അതിനർത്ഥം നമ്മളോട് വ്യക്തമായി ദൈവത്തിന് എന്തൊക്കെയോ ഏറ്റെടുക്കാമോ, എന്തൊക്കെയോ സംസാരിക്കാൻ ഉണ്ട്. ദൂത അത് ഈ 15 ദിവസം കൊണ്ട് കേട്ടോണം. ഫാസ്റ്റിൽ കൂടെ അല്ല, നേരിട്ട് കേട്ടോണം. അതിന് നിങ്ങൾ ഇരിക്കണം. ഇവിടെ വന്നിരിക്കുന്ന കാര്യമല്ല, വീട്ടിൽ ഇരിക്കണം, വളരെ ഹോസ്റ്റലിൽ ഇരിക്കണം. ദൈവശബ്ദം അവിടെ കേൾക്കും. ആമേ, ഇരിക്കണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക, ഓഫീസിൽ ഇരിക്കുമ്പം ആ ഓഫീസിൽ ഇരിക്കണം, ദൈവശബ്ദം കേൾക്കും. പണ്ട് 12 ഇരുന്നില്ലേ, അത് മുണക്ക് ഇവിടെ ഇരിക്കണം, ദൈവശബ്ദം കേൾക്കും. മരുഭൂമി തകർക്കാനല്ല, ഒരു ദൈവപൈതനെ സംബന്ധിച്ച് ഇന്ന് രാത്രി ആത്മാവി പറയാം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാവരോടും അല്ല, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷിക്തന്മാരെ നോക്ക്. അവരുടെ പുറകിൽ വലിയൊരു മരുഭൂമിയുണ്ട്. കഴിഞ്ഞു പോയതും നിലനിൽക്കുന്ന മരുഭൂമിയുണ്ട്. പക്ഷെ അവരുടെ ശുശ്രൂഷയുടെ തീവ്രത ആ മരുഭൂമിയുടെ ചൂടാ. ഇന്ന് രാത്രിയിൽ നിനക്കൊരു ദൈവ പദ്ധതി വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു മരുഭൂമിയുണ്ട് കുഞ്ഞേ. ആ മരുഭൂമിയുടെ തീവ്രത നിന്നെയും ദൈവത്തെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതാ.